ഈശോ ഒരിക്കൽ വള്ളത്തെ കയറി കിടന്നുറങ്ങി പോവായിരുന്നു. കൂട്ടത്തിൽ ആരുണ്ട്? ശിഷ്യന്മാർ. ആ വള്ളത്തിന് എന്ത് പറ്റി? കാറ്റടിച്ചു, തിരമാല ഉയർന്നു, വള്ളം മുങ്ങാറായി. ആ വള്ളത്തിൽ ആരുണ്ടായിരുന്നു? ഏതാ തിരമാല ഉണ്ടാകുന്നതിന് മുന്നേ ആ വള്ളത്തിൽ ആരുണ്ടായിരുന്നു? ഈശോ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോ ആ വള്ളത്തിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആ വള്ളത്തിനെതിരെ തിരമാല ഉയർന്നത്? നമ്മൾ അതിൻ്റെ അകത്തുള്ള അല്പവിശ്വാസത്തെക്കുറിച്ച് ധ്യാനിക്കും. എന്താ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെ ശാസിക്കാൻ മേലായിരുന്നു ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഈശോയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി ഈശോ ഉണ്ടായിരുന്നിട്ടും? അതിനെ നമ്മൾ ധ്യാനിക്കണം. സ്നേഹമുള്ളവരെ, ഈശോ നിന്റെ വള്ളത്തിൻ്റെ അകത്തുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ ചിലപ്പോ തിരമാല കയറി വരും. ഈശോ വള്ളത്തിലുണ്ടെങ്കിലും ജീവിതത്തിലും കുടുംബത്തിലും വള്ളം മുങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണത്? നിങ്ങളുടെ വിശ്വാസമൊന്നും പോകരുത്. എന്തിനു വേണ്ടിയിട്ടാ? ഇതിലും വലിയത് ദൈവം പ്രവർത്തിക്കാൻ പോവാണ്. വല്ല മനസ്സിലാവുന്നുണ്ടോ? കാനായിൽ കല്യാണ വിരുന്നിൽ ഈശോയെ ക്ഷണിച്ചതായിരുന്നു. ഈശോ വലിഞ്ഞവരെ വന്നല്ല, ഈശോയെ ക്ഷണിച്ചിട്ട് വന്നാണ്. ആ വീഞ്ഞിൽ എന്ത് പറ്റി? ആ തിരുനാൾ, ആ കല്യാണ വീട്ടിൽ എന്ത് സംഭവിച്ചു? ഈശോയെ ക്ഷണിച്ച കല്യാണമാണ്. ഈശോയെ ക്ഷണിച്ച കല്യാണത്തിന് അവന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു. കാരണം എന്താണ്? എന്തുകൊണ്ടാ തെറ്റി? എന്തുകൊണ്ടാ വീഞ്ഞു തീർന്നു പോയി ഈശോ ഉണ്ടായിരുന്നിട്ടും? ഈശോ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു ദുരന്തവും സംഭവിക്കില്ല എന്ന് ഒരു സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചത് ഇവിടെ? ഈശോ മനുഷ്യർക്കുണ്ടാക്കാൻ പറ്റുന്നതിലേക്കാട്ടിലും മേൽത്തരം വീഞ്ഞ് എത്രയാണ്? 6 കൽപ്പരണി നിറയെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. അവൻ എത്ര കാലം ഇരുന്നുണ്ടാക്കാൻ ശ്രമിച്ചാലും നിന്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു മേൽത്തരം വീഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നത്. ഈ വീഞ്ഞ് തീർന്നുപോയി എന്ന് വിചാരിച്ചുകൊണ്ട്, ഉദാഹരണം പറഞ്ഞപ്പോൾ അൽഫോൻസാമയുടെ കാര്യം പറയാം. അൽഫോൻസാമയെ നമ്മളൊന്ന് എടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം. അത് ജനിച്ചത് എന്ത് പറ്റി? അൽഫോൻസാമ ജനിച്ചതേ എന്ത് പറ്റി? അമ്മ മരിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏളാമ്മയുടെ വീട്ടിൽ വന്ന് അവിടെ എന്താണ്? മുഴുവനും അൽഫോൻസാമയ്ക്ക് സങ്കടങ്ങളാണ്. എന്നാൽ പിന്നെ മടത്തിൽ ചെന്നപ്പോൾ അവിടെയോ മുഴുവൻ രോഗം, പിന്നെ കൂടത്തിൽ നിന്നുള്ള സഹനങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് പാവം ഇങ്ങനെ രോഗം, കഠിന രോഗം അല്ലേ, രോഗവും ദുഃഖവും സഹനമായിട്ട് ജനിച്ച നാൾ തൊട്ട് ഇതിങ്ങനെ ജീവിക്കുകയാണ്. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളെങ്ങനെ ഇപ്പോഴെങ്ങനെയാണ് അതിനെ പിടിച്ചു സമയം കുടിച്ചുകൊണ്ടേ നമ്മളൊന്ന് പ്രാർത്ഥിപ്പിക്കും. എന്തെങ്കിലും ബന്ധനമുണ്ടോ? ശരിയാണ്, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ബന്ധനമുണ്ടോ എന്ന് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കും. നമുക്കാര് നഷ്ടപ്പെട്ടേനെ? ഒരു വിശുദ്ധ കേട്ടോണം, അകത്തിങ്ങനെ സഹനമുള്ള ആളുകൾ കേട്ടോണം, ഓടരുത്. ഈശോ തരുന്നതാണ്. അത് സഹിച്ചാൽ എന്ത് കിട്ടും? അതാ ഞാൻ ചോദിച്ചത്. നിന്റെ വിശ്വാസം അത്ഭുതത്തിനാണോ രക്ഷയ്ക്കാണോ? നിങ്ങൾ രക്ഷയ്ക്ക് നാരായണ പറഞ്ഞു, പിന്നെ നിങ്ങളെല്ലാം രക്ഷ എന്ന് പറഞ്ഞു. ഒന്നോടെ സ്വയം ചോദിക്കണം, സത്യസന്ധമായിട്ടാണോ ഈ ഉത്തരം പറഞ്ഞതെന്ന്. സഹനങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. കുറിച്ചിട്ടു. ലാസർ ഈശോയെ സ്നേഹിച്ചിരുന്നെന്നുള്ളതല്ല, ഈശോ സ്നേഹിച്ചിരുന്ന ആളാണ് ആര്? ലാസർ. അങ്ങനെയാ നമുക്കറിയാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് പോലും പുള്ളിക്ക് എന്നാ പറ്റി? നിങ്ങൾക്കറിയാൻ മേലെ ലാസറിന് എന്നാ പറ്റിയത്?
എന്നാ പറ്റി? മരിച്ചുപോയി. രോഗം വന്നാ മരിച്ചത്. അപ്പൊ ഈശോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു രോഗവും വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചില തെറ്റിദ്ധാരണ കിടക്കുകയാണ് അല്ലേ? രോഗം വന്നാൽ അടറേ പിശാചാണ്, പിന്നെ മുഴുവൻ പ്രശ്നങ്ങളും. ഇത് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മൾ ഉടനെ ഓട്ടമാണ് ഇത് പരിഹരിക്കാൻ അല്ലേ? ഈ ഈശോ വെള്ളത്തിൽ ഒരു തവണ ഇങ്ങനെ ശിഷ്യന്മാർ വള്ളത്തിൽ പോകുന്നു. ഈശോ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് വരുമ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ കൽപ്പിച്ചാലും ഞാനും കൂടെ വന്നോട്ടെ? അപ്പോൾ ഈശോ പറയുന്നുണ്ട് പോരടാ. അപ്പോൾ ഉടനെ പത്രോസ് എന്ത് ചെയ്തു? ഇറങ്ങി അല്ലേ? എന്നിട്ട് എന്ത് ഈ പത്രോസ് എന്നാ പറ്റി? താണുപോയില്ലേ? താണുപോയി. ആള് ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണ് എന്ത്? ഈശോയോട് പ്രാർത്ഥിച്ചു, അതെ ഞാൻ വന്നോട്ടെ. ഈശോയോട് ചോദിച്ചു വന്നോട്ടെ എന്ന്. പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമായിരുന്നെന്ത്? പത്രോസ് ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുക എന്നുള്ളത്. അപ്പൊ എന്നിട്ട് ഈ പത്രോസിന് എന്നാ പറ്റി? അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തെറ്റും. പ്രാർത്ഥിച്ചെടുത്ത തീരുമാനങ്ങളാന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ അച്ഛൻ വന്നിട്ട് മുഴുവൻ പ്രശ്നമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശവളവരെ, ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരാൾ നിരന്തരം പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു ചെറുതായി പോലും ദൈവിക ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിന്റെ കൂടെ ഈശോ ഉണ്ട്. അതാണ് ഏശയ്യാ 43:2. നീ സമുദ്രത്തിലൂടെ നടക്കുമ്പോൾ, ഏശയ്യാ 43:2 എടുത്ത്. നീ സമുദ്രത്തിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അടുത്തത്, നദികൾ കടക്കുമ്പോൾ വെള്ളം നിന്നെ മുക്കില്ല. പിന്നെ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽപ്പിക്കില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. അതിനെന്താണ്? നിന്റെ ജീവിതത്തിൽ നീ സമുദ്രത്തിലൂടെ എന്ന വണ്ണമായിരിക്കാം, അഗ്നിയിലൂടെ എന്ന വണ്ണമായിരിക്കാൻ പോകുന്നത്. പക്ഷെ വചനം പറയുകയാണ്, നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട്. അവിടെയാണ് ശരിക്കും ഈശോ കൂടെ ഉള്ളത് നമ്മൾ അനുഭവിക്കേണ്ടത്. കാരണം നമ്മുടെ ഈശോ കുരിശിൽ മരിച്ച ഒരു ഈശോയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം കർത്താവ് എന്നോട് കൂടെ. മരണമാണ് നിഴലായി നിൽക്കുന്നത്, അടുത്തത് മരണം. താഴ്വരയിലൂടെയാണ്, ഒരു പ്രതീക്ഷയും ജീവിതത്തിലില്ല. അങ്ങനെയുള്ളവർ കേട്ടോ, ആര് കൂടെയുണ്ട്? ഈശോ കൂടെയുള്ള സമയങ്ങളാണിത്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ളവരാണ്, പിടിച്ചു നിന്നവരാണ് ആര്? കാത്തോലിക്ക സഭയിലെ പേര് എടുത്ത വിശുദ്ധര് മുഴുവനും. സങ്കീർത്തനം 56:8. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന വചനമാണിത്. 56:8 സങ്കീർത്തനം. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ല. ദൈവം എണ്ണി വച്ചിരിക്കുന്നത് എന്താണ്? നിന്റെ അലച്ചിലുകൾ. അലച്ചിലുകളിലൂടെയാണ്, കണ്ണീർ കണങ്ങളിലൂടെയാണ്. അടുത്തെന്താണ്? കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചു. ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു യാത്ര പോവാണ്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ട് ഒരു കല്യാണത്തിന് പോവാണെന്ന് വിചാരിക്കുക.
നമ്മൾ അന്നേരം എന്ത് ചെയ്യും? നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് എന്ത് ചെയ്യും? സൂക്ഷിച്ച് വെക്കുമോ, സ്റ്റാറ്റസ് ഇടുകയോ അയച്ചു കൊടുക്കുകയോ ചെയ്യും. എന്താണ് കാരണം? നമ്മളൊരു യാത്രയ്ക്ക് പോവാണ്, നല്ല ഡ്രസ്സാണ്, നമ്മൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അതേസമയം കരഞ്ഞ് നിലവിളിച്ച് ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല കെട്ടിയോടായിട്ട് അടിയുണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോൾ ഒരൊരു സെൽഫി എടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മളാരെങ്കിലും അങ്ങനെ എടുക്കുമോ? ഇല്ല. ശരിയല്ലേ? കാരണം ഞാൻ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും എൻ്റെ സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ്. ഇവിടെ വചനം പറയാണ് എന്ത്? നിന്റെ കണ്ണീർ കണങ്ങളാണ് ഞാൻ കുപ്പിയിൽ ശേഖരിച്ച്. ദൈവം ഓർത്തിരിക്കുന്നത് എന്താണ്? നിന്റെ ദുഃഖങ്ങളാണ്. അടുത്ത വേറെ വചനങ്ങൾ തരാം. ജെറമ്യ 31:16 നമുക്കറിയാം. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് എന്തുണ്ട്? പ്രതിഫലം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ വചനം? എല്ലാവരും ഒന്ന് ചൊല്ലിക്ക്. കരച്ചിൽ നിർത്തി. അല്പം കൂടെ ഉച്ചത്തിൽ. വീട്ടിൽ ഇങ്ങനെ ബഹളമൊക്കെ വെക്കുമ്പോൾ ഇത്ര സൗണ്ടേ ഉള്ളോ നിങ്ങൾക്ക്? അല്ല. എന്നാൽ അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലമുണ്ട്. എന്തിന് പ്രതിഫലം ഉണ്ടെന്നാ വചനം പറയുന്നത്? നിന്റെ കണ്ണുനീരിനും നിന്റെ യാതനകൾക്കുമാണ് പ്രതിഫലം. യാക്കോബ് 1:12 വചനം പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വചനം. ഞാൻ വചനങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിനകത്ത് വചനം എന്താ പറയുന്നത് അറിയാവോ? പരീക്ഷകൾ ഒരു ഭാഗ്യവാനെ കുറിച്ചാണ് പറയുന്നത്. ഭാഗ്യവാൻ. അത് കേട്ടോ. സുവിശേഷത്തിലെ ഭാഗ്യവാൻ ആരാണ്? സുവിശേഷത്തിലെ ഭാഗ്യവാൻ ആരാണ്? ചോദ്യം. എല്ലാ അഭിവൃദ്ധിയും അടിക്കടി ഉയർച്ചയും പ്രാർത്ഥിക്കുന്ന അപ്പടി നടക്കുന്നതുമല്ല. എന്താണ് സുവിശേഷത്തിലെ ഭാഗ്യവാൻ? പരീക്ഷകൾ ക്ഷമയോടെ. പറഞ്ഞേ. ആ വാക്ക് നിങ്ങൾ എല്ലാവരും പറയണം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാൻ. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ. അത് ഉച്ചത്തിൽ പറഞ്ഞേ. സഹിക്കുന്നവർ. അതിന് മാത്രം നിങ്ങൾക്ക് ഒരു എനർജി ഇല്ല. എനിക്കതിന് ഭയങ്കര എനർജിയാണ്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്താണ് അതിൻ്റെ അടുത്ത വചനം? എന്തെന്നാൽ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം അവന് കിട്ടും. ഇതാണ് സുവിശേഷം. ചെത്തി പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത്രയും ക്ലാസ് കേട്ടിട്ട് സഹിക്കാൻ തയ്യാറാണോ? സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരെല്ലാവരും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടാണോ? അപ്പം ഇനി സഹനം മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അങ്ങനെ ഉള്ളവർ ഒന്നുകൂടെ കൈവയ്ക്കേ. ഇത് ഞാനല്ല, ഇത് കർത്താവിന്. ഇപ്പം ആദ്യം കൈവക്കി പലരും ഇപ്പോൾ കൈവക്കിയില്ല, ഞാൻ കണ്ടു. യെസ്. ഇനി കൈവക്കിയവർക്കെല്ലാം ഞാനൊരു സമ്മാനം തരാൻ പോവാണ്. കാരണം കൈവക്കാത്തവർക്ക് അവർക്ക് അല്ലേ അതിനെ സ്വീകരിക്കാൻ പറ്റിയല്ലാത്തവരാണ്. പറ്റുന്നവർക്ക് സമ്മാനമാണ് കേട്ടോ. സമ്മാനം. കൈവക്കാത്തവർ എന്നോട് പണക്കൊന്നും വിചാരിക്കണ്ട, ഞാൻ നേരത്തെ ചോദിച്ചിട്ടാണല്ലോ. കൈവക്കിയവർക്കുള്ള സമ്മാനം എന്നത് ചെറിയ സമ്മാനമല്ല. ഈ തിരുശേഷിപ്പ് അറിയാവോ നിങ്ങൾക്ക്? തിരുശേഷിപ്പ് അറിയാം അല്ലേ? അപ്പോൾ ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധരുടെ അവരുടെ അവരുടെ നഖം അല്ലെങ്കിൽ അവരുടെ മുടി, അതല്ലെങ്കിൽ അവരുടെ അസ്ഥി, അങ്ങനെയുള്ളതൊന്ന്. പിന്നെ അവരുടെ വസ്ത്രങ്ങളല്ല, അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ അങ്ങനെയുള്ളത്. പിന്നീട് അവരുപയോഗിച്ച വസ്ത്രത്തിൽ മുട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ പല ഗ്രേഡിലാണ് തിരുശേഷിപ്പ്. ഞാൻ നിങ്ങൾക്ക് ഒരു A ക്ലാസ് ഫസ്റ്റ് ഗ്രേഡ് തിരുശേഷിപ്പ് തരാൻ പോവാണ്. ഏതാ? കൈവക്കിയവർക്ക്. സന്തോഷമായല്ലോ? അല്ല, ഇപ്പോഴല്ല, മുന്നേ കൈവക്കിയവർക്ക് കേട്ടോ. സഹിച്ചോളാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇനി അതൊരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ തിരുശേഷിപ്പല്ല. അപ്പം പിന്നെ ആരുടെ ആയിരിക്കും? ഈശോയുടെ. അപ്പം അച്ഛൻ പറ്റിക്കുകയാണെന്ന് നിങ്ങൾക്ക്
അച്ഛൻ നുണ പറയാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇല്ല. ആ, നിങ്ങൾക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത് ഈശോ മരിച്ച കുരിശില്ലേ, തൂങ്ങി മരിച്ച ആ കുരിശിൻ്റെ തടി, ആ തടിയുടെ കുറച്ച് ഭാഗങ്ങൾ വേണോ? വേണം. ഏതാ കൈപൊക്കിയവർക്കാ കേട്ടോ. ഇപ്പോഴല്ല, നിന്നെ കൈപൊക്കിയവർക്ക്. അപ്പോൾ അത് എപ്പോഴാണ് തരുന്നത്? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വേണം? ഇപ്പം തരാം. ഇപ്പം തരികയാണ്. ഇപ്പം തരികയാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാനിങ്ങ് പോന്നപ്പോൾ ഇത് കൊണ്ടുപോയി വെച്ചിട്ടാണ് ഇങ്ങ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, വേറെ അയലോക്കത്തെ വീട്ടിലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം സഹനം തരുന്ന ഒരാൾ കാണും, ഉണ്ട്. അപ്പോൾ ആ ആൾ ആണെന്ത്? തിരുശേഷിപ്പ്. കാരണം എന്താണ്? ഈശോയുടെ കുരിശെന്ന് പറയുന്നത് അല്ലേ? സഹനം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, കൈപൊക്കിയവർക്ക് തിരുശേഷിപ്പ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും സമ്മാനം കിട്ടിയോ? കിട്ടി. അടുത്തത് തീർന്നില്ല, അടുത്തത് കേൾക്കണം. നമ്മൾ തിരുശേഷിപ്പുകൾ സാധാരണ എവിടെയാണ് വെക്കുന്നത്? അൾത്താരയിൽ വണക്കത്തിനായിട്ടാണ് വെക്കുന്നത്. വിശുദ്ധ വസ്തുക്കളാണ് അല്ലേ? ആണോ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വീട്ടിലെ തിരുശേഷിപ്പിനെ നമ്മൾ എങ്ങനെ വേണം കാണാൻ? ഭക്തവസ്തുവാണ്. ഭക്തവസ്തു അല്ലേ? കാരണം എന്താണ്? ഇയാളുള്ളത് കൊണ്ടാണ് എനിക്ക് കുറെ കൂടെ സഹിക്കാൻ പറ്റുന്നത്. ഇയാളുള്ളത് കൊണ്ടാണ് എനിക്ക് കുറെ കൂടെ ക്ഷമിക്കാൻ പറ്റുന്നത്. അപ്പോഴതാരാണ്? പറഞ്ഞേ. തിരുശേഷിപ്പ്. ആരാണ്? തിരുശേഷിപ്പ്. അപ്പൊ തിരുശേഷിപ്പിനെ തല്ലാനും തൊഴിക്കാനും ഇടിക്കാനും പാടുണ്ടോ? പാടുണ്ടോ? തിരുശേഷിപ്പിനെതിരെ കുറ്റം പറയാൻ പാടുണ്ടോ? തിരുശേഷിപ്പ് എന്താണ്? വിശുദ്ധ വസ്തുവാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സഹനം തരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇനി നിങ്ങൾ അയാൾക്കെതിരെ പരിഹാരത്തിനും നന്നാക്കാനുമായി പോകരുത്. ചില പാടാണ് ഈ ക്ലാസ്, ചില ബുദ്ധിമുട്ടാണ്, പക്ഷേ മർമ്മമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് കേട്ടല്ലോ. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ അടുത്ത് ഈശോ പറഞ്ഞിരിക്കുന്നത് അതാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയോ സഹനം തന്നിട്ട് അത് സഹിക്കാനുള്ള അളവില്ലാത്ത ശക്തി എനിക്ക് വെറുതെ ഇത് എൻ്റെ പ്രാർത്ഥനയുടെയോ എൻ്റെ പരിത്യാഗത്തിൻ്റെ ഫലമൊന്നുമല്ല. എനിക്കിത് ഫ്രീ ആയിട്ട് ദൈവം തന്നേക്കാണ്, സഹിക്കാനായിട്ടുള്ളൊരു പവർ. എന്നിട്ട് ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം ആളുകളോട് പറയണം, സഹിച്ചേ രക്ഷിക്കപ്പെടാൻ പറ്റൂ. സഹിച്ചേ രക്ഷിക്കപ്പെടാൻ പറ്റൂ. ഇന്ന് കുടുംബത്തിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം, പല കാരണങ്ങളിലേക്ക് നമ്മൾ പല രീതികളിൽ പോകും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈശോയുടെ കുരിശിനെ സ്നേഹിക്കുന്നവരുടെ, സഹിക്കുന്നവരുടെ എണ്ണം കുറയുമ്പോഴാണ് അല്ലേ? ഇതാരും കാണില്ല, സഹിക്കുന്നതൊന്നും ആരും മനസ്സിലാക്കത്തുമില്ല. എനിക്ക് ഈ ഭൂമിയിൽ ഒട്ടും പ്രതിഫലവും കിട്ടില്ല. വിശുദ്ധരൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈശോ പോട്ടെ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരത്ഭുതമെങ്കിലും പ്രവർത്തിച്ചോ? ഉത്ഥാനം ചെയ്തു. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഈശോയുടെ ഭൗതിക ഭൂമിയിലെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഈശോയുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈശോ ഒരത്ഭുതവും, അതുപോലെ തന്നെ ഒരു വിശുദ്ധന് അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവനൊരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലെ ഈ സഹനങ്ങളെ ഹബക്കുക്ക് 3:17 ഇപ്പം തന്നൊരു വചനമാണ്. അതെന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, കാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ എൻ്റെ കർത്താവിൽ ഇതല്ലേ ആരാ പറയുന്നത്? ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. അവൻ ഈ ആലയിലെ ആടും കന്നുകാലിയും മുന്തിരിയും
അത്തിയും കൊണ്ടൊക്കെ അന്നം മുട്ടി ജീവിച്ചു പോകുന്നവനാണ്. അവൻ പറയാണ്, ദൈവമേ ഇതൊന്നും ഇല്ലെങ്കിലും, മുന്തിരി ഫലമില്ല, ആരയിൽ ആട് ഇല്ല, തൊഴുത്തിലൊന്നുമില്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്തു ചെയ്യും? കർത്താവിൽ ആനന്ദിക്കും, സന്തോഷിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക എന്ന് വചനം പറയുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഒറ്റക്കാലനായ എന്നെ ഇന്നിവിടെ വചനം പ്രഘോഷിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാലുള്ള എല്ലാവരും എന്തു ചെയ്യണം? ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് സന്തോഷിക്കണം. കാരണം എന്താണ്? എനിക്ക് രണ്ട് കാലും ഉണ്ടല്ലോ. നമ്മുടെ ആരുടെയും അവകാശമാണോ ഇത്? കുറേ കാശ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് കാലം നാളെ കാണുന്നതെന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? കുറേ എക്സസൈസ് ചെയ്യുന്നുള്ളതിൻ്റെ പേരിൽ നാളെ എനിക്കൊരു അസുഖം വരികയില്ലെന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല, ആണല്ലോ അല്ലേ? അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന മറ്റൊരു കാര്യം, എന്നെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ ഈശോ എന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അല്പം അച്ഛൻ ജാട പറയുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെക്കാൾ കൂടുതൽ. കാരണം നിങ്ങൾക്ക് വേറെ സകലങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ശാരീരികമായ രീതിയിൽ അനുദിനം സഹിക്കാനായിട്ടുള്ള വലിയൊരു നിധി ഈശോ എനിക്ക് തന്നു. അതുകൊണ്ട് ഈ ജീവിതത്തിലെ സഹനങ്ങൾ ഇങ്ങനെ ഈശോയുടെ കുരിശിൻ്റെ ഭാഗമാക്കായി നിരന്തരം സമർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഈശോയുടെ കുരിശിൻ്റെ ഭാഗമാകാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ കുർബാന അർപ്പിക്കുന്ന സമയത്താണ്. ഈ സന്തോഷം ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് അൾത്താരിയിൽ നിന്ന് ഈശോയുടെ ശരീരരക്തങ്ങൾ വിഭജിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി ഈശോയെ എൻ്റെ ജീവിതം മാറുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് പറയാണ്, കുറേ സഹിച്ചതിൻ്റെ പേരിൽ ആരും വിശുദ്ധരാകില്ല. എന്തു ചെയ്യണം? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയുടെ കുരിശിലേക്ക്. അപ്പോൾ എൻ്റെ അതൊന്ന് മാറും, എൻ്റെ കുരിശെന്നുള്ളത് മാറും. എന്തായി മാറും? ഈശോയുടെ കുരിശിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് സന്തോഷം ഉണ്ടാവും.